79 പാർട്ടി സ്പ്ലിറ്റ് ഉണ്ടായി. ജോസഫും കരുണാകരൻ്റെ മുസ്ലിം ലീഗ് മാത്രം, മാണി ആന്റി കോൺഗ്രസ് ഇടതുപക്ഷത്തോടൊപ്പം. അങ്ങനെ വന്നപ്പോൾ ഇവിടെ സിറ്റിംഗ് MLA VJ ജോസഫ് 14,705 വോട്ടിന് 77 ജയിച്ചയാളാണ്. 80 ഇലക്ഷൻ വന്നിരിക്കുക. അയാളെ തോൽപ്പിക്കാൻ പറ്റുമോ? പ്രശ്നമായി. അപ്പോൾ രാത്രി ഒരു 2 മണിക്ക് പിന്നെ PJ ജോസഫ് വന്നു ഇവിടെ വീട്ടിൽ. ഞാൻ വാതിൽ തുറന്നു ഇറങ്ങിച്ചു. ഞാൻ ചെന്ന വിശേഷം ഇത് പിടിച്ചേ പറയുന്നത് ഇങ്ങനെ കേട്ടി. ഞാൻ കൈ നിന്നിട്ടപ്പം ഉച്ച നോട്ടാണ്. ഞാൻ ഇതെന്നാന്ന് ചോദിച്ചു. ഒരു 3000 രൂപ ഉണ്ട്. ഇത് എന്തിനാണ്? കെട്ടിവെക്കണം. എന്നിട്ട് കെട്ടിവെക്കണം 3000 പോലെ ഓർത്തോളൂ. എനിക്ക് ചിരി വന്നു. എന്നിട്ട് ഇലക്ഷൻ ചോറയും നിൽക്കണം അത് പറയാൻ വന്നതാ. പുള്ളി ഒരക്ഷരം മിണ്ടാതെ വണ്ടിയിൽ കയറി സ്ഥലം വിട്ടു. എൻ്റെ അപ്പൻ ഇത് കണ്ടുകൊണ്ടിരിക്കുക. ഈ രാത്രി ഒരു 2 മണി സമയത്താണ് ഇത്. ഞാൻ മിണ്ടാതെ പുള്ളി പറഞ്ഞു പോയാലും കിടന്നു. എന്നാ ചെയ്യുന്നത്? കാശ് 3000 മേടിച്ചു കൈ തന്നു പോയില്ല. എന്തൊരു കഷ്ടകാലം. ഇങ്ങനെ കിടന്ന് ഉറങ്ങി നേരം വെളുത്തൊരു 5:30 ആയപ്പം എൻ്റെ അപ്പം വന്ന് എന്നെ വിളിച്ചു. പുതപ്പ് മാറ്റി. പുതപ്പേത് വലിച്ചപ്പോൾ അപ്പനത് ചാടി കയറ്റി. നീ ഇറങ്ങി വരാൻ പറഞ്ഞു. വന്നു. ആ നടപാതക്ക് ഒരു രൂപ ഈ തിരുഹൃദയ രൂപ അവിടെ നിന്ന് ഞാൻ പറയുന്നത് പറയാൻ പറഞ്ഞു. ഒരു ജനപ്രതിനിധിയായി പ്രവർത്തിക്കുമ്പോൾ 1 രൂപ പോലും അന്യൻ്റെത് ഈ കുടുംബത്തിൽ കൊണ്ടുവരില്ലെന്ന് ഞാൻ സത്യം ചെയ്തു പറയാൻ പറഞ്ഞു. ഞാൻ ചെയ്തു. എന്നുവെച്ച് ഒരു 10,000 രൂപ എടുത്ത് എൻ്റെ നോമിനേഷൻ കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സ്ഥാനാർത്ഥിയായി.